അങ്ങനെ നോക്കി നിൽക്കും. വായി നോക്ക് വരട്ടെ. ഇന്ന് അവന്മാരുടെ അഹമ്മതി ഞാൻ നിർത്തും. പാവം ആ കൊച്ചുങ്ങൾ എന്നാ ചെയ്യാനാ അമ്മച്ചി? അത് ഞങ്ങൾക്ക് ഒരു നിക്കേടും വേണ്ടേ? അല്ല, അവന്മാര് വരുന്നുണ്ടല്ലോ. ഇന്നെന്തോ കോള് കാണും, അല്ലാതെ ഈ വിളി വിളിക്കത്തില്ല. യോഗം രാജയോഗം അടിച്ചമ്മേ. ഇന്നത്തെ കണി ഫസ്റ്റ് അമ്മേ. ഇനി നമുക്ക് ഇങ്ങോട്ടൊരു കയറ്റമാ. ശുക്രദശ എന്ന് പറയടാ അമ്മേ. ഇനി 15 ദിവസത്തേക്ക് മൂക്കുമുട്ടൻ ചാപ്പാട് ഓടിച്ച് ഞങ്ങൾ 3 പേരും ഇവിടെ കിടന്നുറങ്ങാൻ പോവാ. ഇതാ പണം 117 രൂപ. ബാക്കി ഞങ്ങൾ ചെലവാക്കി. എടാ അതെ, നീ 10 രൂപ അമ്മയ്ക്കോ കൊടുക്കണം. എടുക്കണം അമ്മേ. എടാ, ഇതൊക്കെ എവിടുന്നാണെന്ന് ഓടിച്ചതാ പിടിച്ചു പറിച്ചത്? അമ്മേ, എല്ലാം സംഭവാമി യുഗേ യുഗേ. വേറൊന്നും ചോദിച്ചേക്കരുത്. എന്ന് വെച്ചാ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കും എന്നർത്ഥം. അമ്മച്ചിയുടെ കൊച്ചങ്ങളെ വഴിതിരിഞ്ഞു പോകത്തില്ല. ഇതുങ്ങൾ പാടുപെട്ടുണ്ടാക്കിയതായിരിക്കും ഈ കാശ്. ഈ പണം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുഭവിച്ച ത്യാഗം ലോകത്തൊരു മക്കളും സഹിച്ചിരിക്കില്ല അന്നമ്മ ചേട്ടത്തി. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇന്ന് 3 പേർക്കും ജലപാനം തരത്തില്ല. പറയുന്നടാ, ഇത് എവിടുന്ന് കിട്ടി? പറയടാ. ഒരു മുതലാളി കണ്ടതാ. ഒരു കാർ ആക്സിഡന്റില് വേറെ ചക്ക പൊട്ടൊന്ന് റോഡിൽ വീണു. ഇല്ലാത്ത കള്ളമൊക്കെ അമ്മയോട് എന്തിനു പറയണ? അമ്മേ, ഞങ്ങൾ റോഡിലൂടെ വരുമ്പോ ഒരു വലിയ മുതലാളി ഓവർ സ്പീഡിൽ കാറിൽ ഇങ്ങനെ വരികയായിരുന്നു. കുറുക്കെ വന്നൊരു കിഴവൻ നെടുമ്പോട് ആ കാറിന് മുമ്പിലോട്ടൊരു ചാട്ടം. വീണ ഞാനാണെന്ന് വെച്ചോണം. ഉടനെ ആ കിളവന്റെ മകൻ അവിടെ പറന്നെത്തി. ഈ വാസുവിനെ പോലെ തറവനെ പിടിച്ചവൻ. അതിനിടയ്ക്ക് ഒരു റാവുത്തര് ഈ രാജുവിനെ പോലെ തന്നെ ഒരു കാക്ക ഓടി വന്നിരിക്കുന്നു മുതലാളിയുടെ സപ്പോർട്ടിന് വേണ്ടി. പിന്നെ അവിടെ നടന്നു ഒന്നും പറയാനില്ലമ്മേ. മുതലാളി പാർട്ടിയും തൊഴിലാളി പാർട്ടിയും കൂടെ തമ്മിൽ അങ്ങോട്ട് ഇടി തുടങ്ങി. എന്റെ കർത്താവേ, നല്ല വെടിവെപ്പ് ലാത്തിചാർജ് വെച്ച് നടന്നു. ഒരു വഴക്കും കൂടാതെ കേസ് ഞങ്ങൾ രാജിയാക്കി. മുതലാളി സന്തോഷിച്ചൊരു 200 രൂപ തന്നു. വാങ്ങിക്കാതിരിക്കാൻ ഒക്കുമോ അമ്മച്ചി? മനസ്സോടെ തരുന്നത് വാങ്ങിക്കുന്നതിൽ എന്നാ തെറ്റ അമ്മച്ചി ഉള്ളത്? സത്യം ആരറിയുന്ന അന്നമ്മ ചേട്ടത്തി. ഞങ്ങളുടെ അമ്മച്ചിക്ക് പോലും ഈ കുഞ്ഞു മക്കളുടെ വലിയ സംശയമാണ്. സത്യത്തിൽ എന്റെ ജീവൻ പോലും പുല്ലുപോലെ വിചാരിച്ചാ ഞാൻ ആ കാറിന്റെ മുമ്പ് എടുത്ത് ചാടി. കാറിന്റെ മുമ്പ് എടുത്ത് ചാടി ആ മുതലാളിയെ രക്ഷിച്ചത്. അമ്മച്ചി നിങ്ങളെ പരീക്ഷിക്കാൻ പറഞ്ഞില്ലയോ? പട്ടിണി കിടന്നാലും വേറൊരുത്തന്റെ 4 കാശ് നമ്മൾ മോഹിക്കരുത്. മഹാപാപം ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും മോഹിക്കത്തില്ല അമ്മച്ചി. നമസ്കാരം. ആരാണ് ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു അയച്ചത്? എടാ, നേരം വെളുത്തിന് മുമ്പ് ഓരോരുത്തരും ജോലിക്കെന്ന് പറഞ്ഞു വരും. ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു അയച്ചൂടെ? ഇദ്ദേഹമാണ് കണിച്ചകുളം MLA രാജശ്രീ പാലമൂടം. അയ്യോ, ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. കൂൾ ഡ്രിങ്ക്സ്. മാത്രമല്ല, ഞാന് നേരിൽ കണ്ടിട്ടില്ല, പേര് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഉത്തരവ്. പലർക്കും ഈ MLA സാറിനെ നേരിട്ട് അറിഞ്ഞൂടാ. ഈ മാസം തോറും പാർട്ടി മാറുന്നതുകൊണ്ട് ആളുകൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. നാട് ഓടുമ്പോൾ നടുവേ ഓടണം. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കക്ഷി മാറിയില്ലെങ്കിൽ പിന്നെ എന്ത് മുന്നേറ്റമാ, എന്ത് രാഷ്ട്രീയമാ. മാത്രമല്ല, മന്ത്രിസഭ ഒന്ന് വികസിച്ചാൽ ആദ്യം അകത്ത് കയറുന്നത് ഇദ്ദേഹമാണ്. അത് ഞങ്ങൾക്ക് നല്ലതല്ലേ. പിന്നെ വിശേഷിച്ച് ഇങ്ങോട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ സാറിനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എനിക്ക് സാറ് ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടപ്പെട്ട 3 പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഉദ്യോഗം സാർ കൊടുക്കണം. കൊടുക്കാമല്ലോ. അവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, സാമാന്യ വിദ്യാഭ്യാസമുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ പറഞ്ഞാൽ
ഈ ആയിരിക്കാൻ മാത്രമല്ല നിങ്ങൾ നാട് ഭരിക്കുന്ന കക്ഷിക്കാരൻ. അതെ, ആരൊക്കെയാ ജോലിക്ക് വന്നിരിക്കുന്നത്? ഈ നിൽക്കുന്ന രണ്ടുപേർ. ഓഹോ, ഇവ രണ്ടുപേരും. അതെ. മൂന്നാമത്? സത്യം പറയാമല്ലോ, പിന്നൊരാള് ഞാനാണ്. ആഹാ, പറ്റിക്കാൻ നടക്കണം. ആരാണ് നീയൊക്കെ? ജോലിയില്ലാതെ നടക്കുന്ന 3 ചെറുപ്പക്കാർ. പിന്നെ വരട്ടാതെ ജോലി നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? അത് വാങ്ങാൻ ഞങ്ങൾ പോകില്ല. നീയൊക്കെ ജോലി വാങ്ങണ്ടേ പോകില്ല. ഹലോ, ബാലറാം സ്പീക്കിംഗ്. അതെ, സബ് ഇൻസ്പെക്ടർ ആണോ? ആ, നിങ്ങൾ തക്ക സമയത്താണ് വിളിച്ചത്. ഇവിടെ ഒരു MLA ആണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ വന്നിരിക്കുന്നു. അതെ, പ്ലീസ് കം. താങ്ക് യു. ഇത്രയെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഇനി എത്ര കാലം ജീവിക്കും? പറയൂ ഡോക്ടർ. ചുമ്മാ ഇരുന്നാട്ടെ, അമ്മാവൻ ഇനിയും 100 വർഷം കൂടെ ജീവിക്കും. അത്രയ്ക്കൊക്കെ വേണോ സുമതി? അതെല്ലാം ദൈവസങ്കല്പം. മനുഷ്യജീവിതം തന്നെ ക്ഷണികമാണ്. ഇനിയുള്ള കാലമെങ്കിലും ആത്മശാന്തിയോടുകൂടി ജീവിക്കാൻ എന്റെ കൂടെ ആശ്രമത്തിലേക്ക് പോരും. നാട്ടിലുള്ളവരെ മുഴുവൻ കുത്തുവാൻ എടുപ്പിച്ച് കാൽവസ്ത്രം ധരിപ്പിച്ചിട്ടേ സ്വാമി സ്വർഗത്തേക്ക് പോവുള്ളൂ. ഈ സ്വാമിയാർ ആരാണ്? ഞങ്ങളുടെ സഹോദരിയുടെ ഭർത്താവ്, ഈ സുമതിയുടെ അച്ഛൻ. ജ്യേഷ്ഠന്റെ സുഹൃക്കേട് ഒരു അറിഞ്ഞ് വന്നതാണ്. സഹോദരി മരിച്ചതിന് ശേഷം മനം നൊന്ത് ഈ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഡൽഹിയിൽ ഒരു ആശ്രമത്തിൽ പോയി. സ്വന്തം ഭാര്യയെ വിരട്ടിയോടിച്ച് ഞാനാണെങ്കിൽ വേദനയും രോഗവും സഹിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിയുന്നു. എല്ലാം മായ. ഒരു പാവപ്പെട്ട സ്ത്രീയെ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് അമ്മയാക്കിയ ശേഷം അന്ധകാരത്തിലേക്ക് തള്ളിയ ആ ബ്രഹ്മഹത്യാപാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് തന്നെ തീരണം. ഇദ്ദേഹത്തെ പറഞ്ഞ് അധികം വിഷമിപ്പിക്കരുത്. റെസ്റ്റ് അധികം എടുക്കണം. പതിവ് പോലെ മരുന്നുകളും കഴിക്കുക. കഴിക്കാം ഡോക്ടർ. പക്ഷെ എന്റെ തീരാവ്യാധിക്കുള്ള ഒരേ ഒരു മരുന്ന് എന്റെ മരിച്ചുപോയ ലക്ഷ്മിയുടെ മകനെ കിട്ടുക എന്നതാണ്. പിന്നെ എന്റെ എല്ലാ രോഗവും മാറും ഡോക്ടർ. ചേട്ടൻ സമാധാനമായിട്ട് ഇരുന്നാട്ടെ. ഞാൻ എല്ലായിടത്തും അന്വേഷിക്കുന്നു.